ഒറ്റ പശുവിനെ വേറെ ആരും അല്ല, അമ്മാമ തന്നെ അല്ല, അമ്മാമ്മ പിള്ളേർ കൂടാ പണിയുണ്ടോ? എന്നും അവരുടെ വീട് തൂത്ത് തുടയ്ക്കും. പിള്ളേരുണ്ട് അവരുടെ എല്ലാവരുടെ കൂടിയാണല്ലോ. ഒരു വീട് നന്നാകണേ ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ എല്ലാവരുടെ കൂടെ, എല്ലാവരുടെ കൂടി എങ്ങനെ വീട് നന്നാവുള്ളൂ. ഭാര്യ തന്നെ കിടന്ന് അധ്വാനിച്ചാൽ ശരിയാവില്ല, ഭർത്താവ് തന്നെ കിടന്ന് അധ്വാനിച്ചാൽ ഒക്കത്തില്ല, മക്കൾ തന്നെ അധ്വാനിച്ചാൽ ഒക്കത്തില്ല, അമ്മമാരും മാതാപിതാക്കൾ തന്നെ ആ വീട്ടിൽ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കണം. എങ്ങനെയാ വീട്? സ്തോത്രം. 9 പശു അന്ന് അതിന്റെ ആവും ഈ വീട്ടിൽപ്പെട്ട ജോലി. ഇത് വേറെ ഉണ്ട്, ഒറ്റ യോഗം മുടക്കുകയല്ല, അതിലും ശ്രേഷ്ഠം. ഒറ്റ യോഗം. ഞാൻ ആ വീട്ടിലെ വർഷങ്ങൾ താമസിച്ചു, ഒരൊറ്റ യോഗം അവർ മുടക്കി. സഹായത്തിന് 10 മണിക്കാണോ 9 അവർ അങ്ങനെ ഓർത്തു. ഉപവാസപ്രാർത്ഥനയും മുടക്കുകയല്ല, വീട്ടുപ്രാർത്ഥനയ്ക്കും പോകും. വണ്ടിയൊന്നുമില്ല, നടന്നാ പോകുന്നത്. നല്ല കാര്യം, നല്ലതാണെന്ന് പറയട്ടെ. ഇത് പറഞ്ഞ നിങ്ങളുടെ മോഹമല്ലോ ഉടനെ നല്ലതാണ്. ഇപ്പൊ പിന്നെ അങ്ങോട്ട് തന്നെയാണെന്ന് പോകുന്നതായിരിക്കും. അങ്ങനല്ല, ഒരു വീട് നന്നാകണമെങ്കിൽ അത് എന്റെ വീടോ നിങ്ങളുടെ വീടോ ആരുടെ ആകട്ടെ, ദൂരെ കേൾക്കുന്നവരും കാണാം. ആ വീട് നന്നായി പോകണമെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒന്നിച്ച് യത്നിച്ചെങ്കിലേ അത് നന്നായി പോകും. സ്തോത്രം. ഒരാൾ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ ഒരാൾ മിറ്റത്തെ പണി ചെയ്യണം. അതായത് ഒരാൾ തുണി ഉണ്ടെങ്കിൽ അത് കഴുകുകയോ അടുത്ത് പെറുക്കുകയോ ചെയ്യണം. അങ്ങനെ ഇതിന്റെ കൂട്ടായിട്ട് പ്രവർത്തിക്കണം. ഞാൻ വല്ലതും പറയണോ അതോ ഇരിക്കുന്നതായിരിക്കും നല്ലതല്ലേ? അതിപ്പം ഉള്ളത് വെച്ചിട്ട് പ്രായം അധ്വാനം തോന്നിക്കുന്നത് നല്ല ചായയും അമ്മച്ചിക്കും ഒക്കെയാണ്. അതുകൊണ്ട് വെച്ചോണ്ട് പറയട്ടെ, പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുകൊണ്ട് കഴിവിന്റെ പരമാവധി ഞാനങ്ങനെ ശ്രദ്ധിക്കുന്നതാണ്. സ്തോത്രം. നിങ്ങളിൽ ചിലര് നല്ലതുപോലെ വിഷമിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കും. എനിക്ക് മുഖഭാവനമൊന്നുമില്ലെങ്കിലും മുഖഭാവം കാണുമ്പോൾ എനിക്ക് ഏറെ കുറയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ആ വിഷയത്തിൽ ഞാൻ നിൽക്കുന്നില്ല. നിന്നാൽ ചിലപ്പോൾ നിങ്ങൾ നാളെ പകൽ യോഗത്തിന് കാണാൻ സാധ്യത കുറവാണ്. അല്ലെ നിങ്ങൾ അന്വേഷിക്കുന്ന നാളെ ഉള്ളിൽ തന്നെ ആണോ? എന്നാ പിന്നെ ഞാൻ വരാതിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ യോഗം മുടക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നന്നായിട്ട് അധ്വാനിക്കണം. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മധ്യത്തിലാണ് പോയി എന്താ ആ കൂടെ വന്നത് ആളുകൾ അന്യം കൂട്ടാനും അതുകൊണ്ട് വലിയ മല പോലെ ഞാൻ ഈ വീട്ടിൽ കിടന്ന് ഞാൻ തോരൻ വെച്ചു. തോരൻ വെച്ചാൽ നീ ചട്ടിക്കാട്ട് കയറിയിരുന്നോ? തോരൻ അടിഞ്ഞേക്ക് അതിനകത്ത് നീ കയറിയിരുന്നു, അടുപ്പില്ലാത്ത നീ അതിനകത്ത്. ഞാന് അമേരിക്കയിൽ ചെന്നപ്പോ, അമേരിക്ക പോയ ചരിത്രം പറയുകയല്ല, അമേരിക്കയിൽ ചിങ്ങവനത്തെ മോൻസി വന്നായിരുന്നു. അപ്പം ലാസർജി മാഫിയ ആളുകളും ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഒരു വീട്ടിൽ താമസിച്ചു. അപ്പോൾ ആ വീട്ടിലെ പാസ്റ്ററും സഹധർമ്മിണിയും പിള്ളേരും കൂടെ അവരുടെ പിതാവ് സീരിയസ് ആയതുകൊണ്ട് നാട്ടിലോട്ട് കയറുമ്പോൾ ചാവിയല്ല ഞങ്ങളുടെ തലച്ച് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിക്കും, ഞങ്ങൾ വരുന്നത് വരെ. അപ്പൊ ഞങ്ങൾ 3 കൂടെ താമസിക്കും. എനിക്ക് അല്പമായ ജോലിയൊക്കെ അറിയാം. അപ്പോൾ മോൻസിക്ക് ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ മോൻസിയെ പഠിപ്പിച്ചു ചില കാര്യം. അതൊരു മോൻസി എന്നോട് പറയുക. മോൻസി ചിലപ്പോൾ ലൈവിലുണ്ടായിരിക്കും, കേൾക്കണം. ഉള്ള മോൻസിയുടെ
പെമ്പടയുടെ പേര് ഞാൻ മറന്നു. മീൻ കൂട്ടാൻ വെക്കാൻ ഞാൻ പഠിപ്പിച്ചു. മോശം പറഞ്ഞു, എനിക്ക് അച്ഛ ഇത് ചെയ്യുന്നതിനാണോ ഇപ്പോൾ എന്നോട് ഈ കഷ്ടപ്പാടാണ്? ഞാൻ ഇന്നല്ല അറിയുന്നത് ഇതിന് ഇത്രയും കഷ്ടപ്പാട്. ഞാൻ നാട്ടിലോട്ടൊന്ന് ചെല്ലട്ടെ, ഞാൻ നല്ല വശം എടുത്താണ്. അതുകൊണ്ട് ഈ ചില ആൾക്കാർ വീട്ടിൽ കഷ്ടപ്പാടാ ജോലിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കാക്കാചനവാദം വെച്ചു കൊടുക്കും. പൊട്ടപ്പാസന്മാരുടെ എന്ന് പറഞ്ഞോണം. അവര് പറഞ്ഞു നമ്മുടെ കഷ്ടപ്പാട് നമുക്ക് കർത്താവ് എന്റെ കവളച്ചെടുത്ത് ചെലവാകുക, അംഗീകരിക്കത്തുമില്ല, പാകവച്ചും തരികയില്ല, പിന്നെ കയറി ഉടക്കത്തില്ല. ഒരു കൂട്ടാൻ വെക്കുന്ന ചോറ് വെക്കുന്നൊന്നുമില്ല, അത് ജോലിയേ അല്ല. അപ്പൊ നിങ്ങൾക്കത് ജോലിയായിട്ട് സാഹചര്യം ഭാരമായിട്ട് തോന്നില്ല, പുള്ളിക്ക് തോന്നുന്നില്ല. പകച്ചാനൊക്കെ തോന്നുന്നില്ല. വീട്ടോട് ചെല്ലണ്ട, അതുകൊണ്ട് പറയട്ടോ. ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നെങ്കിൽ പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഈ ഏത് മേഖലയിൽ നന്നായിട്ട് അധ്വാനിക്കണം. രക്ഷപ്പെടണമെങ്കിൽ, ഏത് വിഷയത്തിൽ നന്നായി വരണമെങ്കിൽ ഏത് മേഖലയിലും നന്നായിട്ട് അധ്വാനിക്കണം. ഇത് ഞങ്ങൾ ശുശ്രൂഷകന്മാർ, ഞങ്ങൾ നന്നായിട്ട് അധ്വാനിക്കണം. ചുമ്മാ ചള്ളും പട്ടും പറഞ്ഞ് ആരും മകൾ വെക്കുമോ? 1-2 ദിവസം കേൾക്കും, പിന്നെ ആരും വിളിക്കുകയല്ല. നമ്മൾ പുള്ളിയോട് മെനക്കേടാന്ന് പറയും. ഭൂലോക മെനക്കേടാ, ഇങ്ങോട്ടൊന്നും. അഥവാ ഞാൻ ഇങ്ങനെ അവരെ വിടുന്ന വചനം ധ്യാനിച്ചു. അവസരം കിട്ടുമ്പോഴൊക്കെ വചനം എനിക്കറിയത്തില്ല. അവിടെ വചനം ധ്യാനിക്കണം, അറിയാവുന്ന കാര്യം നോട്ട് ചെയ്യണം, വേണ്ട അധ്വാനിക്കട്ടെ. അറിയാൻ മേലാത്ത പാട്ട് പഠിക്കണം, സമയം എടുക്കണം. വേറെ എന്നാ ജോലി? വേറെ മീൻ പിടിക്കാൻ കടലിലൊന്നും പോകുന്നില്ലല്ലോ. സ്തോത്രം, അധ്വാനിക്കണം. ഞാനിപ്പോഴും ഒരു നല്ല പാട്ട് ആരെങ്കിലും പാടി എനിക്ക് അറിയാൻ മേലാത്ത ഞാനത് പഠിക്കും. ശ്രദ്ധിക്കും, നന്നായിട്ട്. അത് അനുബന്ധി പൗലോസ് പറഞ്ഞു, നന്നായി ശുശ്രൂഷിക്കുന്ന അധ്വാനിക്കുന്ന മൂപ്പന്മാരെ അങ്ങനെ നന്നായി. ഞാൻ റവറൻസൊക്കെ മറന്നുപോയി, എനിക്കിപ്പം ആ വാക്യം വായിച്ചു പാസ്റ്റർ. എനിക്ക് ഇപ്പൊ ഇച്ചിരി ഓർമ്മക്കേടുണ്ട്. നന്നായിട്ട് അധ്വാനിക്കുന്ന മൂപ്പന്മാരെ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ റവറൻസ് എന്ന് പറഞ്ഞേ. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 5:17 നന്നായിട്ട് വായിച്ചേ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേക വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ, അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ട് എണ്ണണം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ അങ്ങനല്ലേ? വിശേഷ അങ്ങനല്ലേ? നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും നന്നായിട്ട് വചനത്തിൽ അധ്വാനിക്കണം. ഒരു വേറെ പുസ്തകം വായിക്കത്തുമില്ല, നോക്കുകയില്ല, ധ്യാനിക്കുകയില്ല, പഠിക്കുകയില്ല. നിങ്ങളെല്ലാം ശവസംസ്കാര ശുശ്രൂഷ തരുന്ന ബാത്തുമാരിൽ നിന്ന് തെറ്റിക്കുക. പൊരുത്തിയാലേഖനം 15, 90 സങ്കീർത്തനം, വെളിപാട് 22 തെറ്റിയതോ അബദ്ധമാണ്. എനിക്കാണെങ്കിൽ അസ്വസ്ഥ. മനുഷ്യന് തെറ്റ് പറ്റാം, ഒരു വാക്ക് തെറ്റി അല്ലെങ്കിൽ പോട്ടെ, 2 തെറ്റി പോട്ടെ. നാട്ടിൽ വേറെ വർഷത്തില് നാട്ടിലൊരു പഴമണിയുണ്ട്, 1 പഠിച്ച 3 ആയിക്കോട്ടെ. ഇത് വായിക്കുന്ന വാക്യം മുഴുവൻ ഈ ചുമ്മാ ഇരിക്കുമ്പോ കൊരിന്ത്യലേഖനം 15, 90 സങ്കീർത്തനവും യെശയ്യാ 53 തിരുമേശയുടെ ഭാഗമല്ലേ അല്ലേ? അല്ലെ? അതിനെ സംബന്ധിച്ച് 2 പാട്ട് അതൊക്കെ നോക്കി അറിയത്തില്ലെന്ന് എഴുതിയെടുത്ത്
അധ്വാനിക്കണം നന്നായി. അധ്വാനിക്കാതൊന്നും രക്ഷപ്പെടുകയല്ല. ഒരു ജോലി ചെയ്യാത്ത ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരു ജോലിക്കും പോകുകയല്ല. കാലം വെച്ച് തളവെല്ലാം വിറപ്പിച്ചിരിക്കാൻ മോളി ചായ അങ്ങനെയാണോ? റെഡിയായോ? സ്തോത്രം. നന്നായിട്ട് അധ്വാനിക്കണം. ജോലി ചെയ്യാൻ മനസ്സിലാക്കാൻ തിന്നരുതാണ് അവർ സ്തോത്രം. ജോലി ചെയ്യാൻ കഴിയാത്തത് ഉപദേശമായി വന്നല്ല. നന്നായിട്ട് അധ്വാനിച്ചില്ലെങ്കിൽ കഴിക്കരുത്. ഉപദേശത്തിലും അധ്വാനിക്കത്തില്ല, വചനത്തിലും അധ്വാനിക്കത്തില്ല, ആത്മീയത്തിലില്ല. 8 പൊറോട്ട അതിനടുത്ത കാവി. ഞാൻ ഉദാഹരണമായി പറഞ്ഞു. ഇനി അരിശം കയറി ഇനി മേലിന് സഭയിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും ഈ പഴയ ആൾക്കാർ പറയും ടിജു മച്ചൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു. ടിജു മച്ചൻ ഞാൻ കണ്ടിട്ടില്ല. നല്ല ആചാരബാഹുവാണ്. നല്ലതുപോലെ കഴിക്കുമായിരുന്നു. വീട്ടിൽ 5 പേരെയൊക്കെ പണിക്ക് വിളിക്കാം. അന്നത്തെ കാലത്ത് പറമ്പി പണിക്ക് 5 പേരെ പറമ്പി പണിയാൻ വിളിക്കാം. 5 പേർക്ക് ഭക്ഷണമല്ല അമ്മ രാവിലെ ക്രമപ്പെടുത്തി. പക്ഷെ സമയത്ത് 5 പേരും വന്നില്ല. അപ്പൊ ടിജു മച്ചൻ പറഞ്ഞു, തൂമ്പാനെടുത്തോളം ഞാൻ 5 പേരുടെ പണി കൂടി ചെയ്തു, 5 പേരുടെ ഭക്ഷണവും കഴിച്ചു. അത് കുഴപ്പമില്ല. നമ്മൾ ഒരു പണിയും ചെയ്യത്തില്ല. പക്ഷെ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. അവന്റെ ശരീരത്തിന്റെ ആക്കം അനുസരിച്ച് തങ്കച്ചാൻ കഴിക്കുമ്പോഴല്ല ഞാൻ കഴിക്കുന്നത്. ഞാൻ ചെറിയ കഴിക്കും. തങ്കച്ചാന്റെ ശരീരത്തിന് പ്രകൃതിയില്ല. ഞാൻ കഴിക്കുമ്പോൾ തങ്കച്ചാനെ കഴിക്കാൻ മുഖത്തിൽ. അതുപോലല്ല പാസ്റ്റ്, അതുപോലല്ലേ ചുരു പാസ്റ്റ്, അതുപോലല്ലേ ട്യൂബ് പാസ്റ്റ്, അതുപോലല്ലേ കുഞ്ഞ്. ശരീരത്തിന്റെ ആക്കമോ സ്ഥിതി അനുസരിച്ച് കഴിക്കണം. കഴിക്കരുതെന്നല്ല, നന്നായിട്ട് കഴിക്കണം. ആഹാരം കഴിച്ചാലല്ലേ ബലം ഉണ്ടാകുള്ളൂ. അപ്പത്തിന് നന്നായിട്ട് അധ്വാനിക്കുകയും ചെയ്യണം. നന്നായിട്ട് നന്നായിട്ട് അതിന്റെ അസ്വസ്ഥത ഉണ്ടാകും. സ്തോത്രം. നന്നായിട്ട് ജോലി ചെയ്യണമെന്ന്. സ്തോത്രം. വിശേഷിച്ച് ഞങ്ങൾ ഉപദേശമായിട്ട് കാര്യം നന്നായിട്ട് വചനത്തിനും ഉപദേശത്തിനും അധ്വാനിക്കണം. അങ്ങനെയുള്ളവര് ഇരട്ടി മാനത്തിന് അങ്ങനെ ചില പാസ്റ്റേഴ്സിനൊക്കെ നല്ലതുപോലെ അവിടെ നന്നായിട്ട് അധ്വാനിക്കുന്നു. വചനത്തിലും പുള്ളി വന്നപ്പോ പുള്ളി നന്നായിട്ട് ഉപദേശത്തിന് വചനത്തിൽ അധ്വാനിക്കും. അതുകൊണ്ട് പുള്ളിയെ ഇരട്ടി മാനത്തിന് വേറെ ദിവസം വായിക്കത്തിന് പ്രാർത്ഥിക്കത്തിൽ ഉപദേശം അറിയാൻ പോലെ പ്രമാണത്തെ പോലെ നിന്നെ പുള്ളിയെ പോലെ മാനിക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത് കിട്ടണമെന്ന് പറയരുത്. അത് കിട്ടണമെന്ന് ആ പടത്തൊക്കെ GBM-ലാണ് നല്ല പടത്തം. അവിടെ പെട്ടെന്നൊന്നും പാസ്റ്റർ ആക്കത്തുമില്ല. 10 കൊല്ലം വേല ചെയ്യണം. 10 കൊല്ലം വേല എന്ന് പറഞ്ഞാൽ പാവിടണം, കസേരയില്ലാതെ തൂത്ത് കൊടുക്കണം, കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് വിശ്വസ്തന കുഴപ്പമില്ലെന്ന് കണ്ട 10 കൊല്ലം കഴിയുമ്പോൾ മൂപ്പനാക്കും. ആ 10 കൊല്ലം കൂടെ നന്നാണെന്ന് കണ്ടു കഴിയുമ്പോൾ 20 കൊല്ലമാണ്. അന്നേരം പാസ്റ്ററാണ്. നമ്മളന്ന് 20 സെക്കൻഡ് കൊണ്ട് രാവിലെ വന്ന് പുറകിരുന്ന് സന്ധ്യയാകുമ്പോൾ സ്റ്റേജിൽ കയറ്റി പാസ്റ്ററാക്കി. എല്ലാം കൂടെ 7 മണിക്കൂർ കൊണ്ട് എട്ടാമത്തെ മണിക്കൂർ പുള്ളി ലീഡ് ചെയ്തിരുന്നു. അയ്യോ, ഇത് എന്നതാണെന്ന് പോലും പുള്ളിക്ക് അതാ പണ്ട് പിടിച്ചു കൊണ്ട് കർത്താവാകുന്ന യേശു ക്രിസ്തു വന്ന് എല്ലാവരും ഓടിക്കോളാൻ. ഇവരറിയാൻ പറ്റില്ല, അനൗൺസ് ചെയ്യാൻ അറിയാൻ പറ്റില്ല. ചുമ്മാ പിടിച്ചു കർത്താവാകുന്ന യേശു ക്രിസ്തു വന്ന് എല്ലാവരും ഓടിക്കോ. ചിലവിടത്തൊക്കെ മൈക്ക് പിടിച്ചു ഉണ്ടായിട്ടാണ് കടന്നു വരുമ്പോൾ സംബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും പ്രായങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോഴാൻ പറഞ്ഞ കർത്താവ് യേശുണ്ട് എല്ലാവരും. അപ്പൊ ഏത് മേഖലയിലും നന്നായിട്ട് അധ്വാനിക്കണം. അധ്വാനിച്ചെങ്കിലേ അതിന്റെ പ്രതിഫലം കിട്ടുള്ളൂ. സ്തോത്രം. സ്തോത്രം. അതെ, ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. അപ്പൊ ഈ സൂതികർമ്മണികൾ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് ദൈവം അവർക്ക് നന്മ ചെയ്തു. ഞാനൊരു കാര്യം ദൈവമക്കളോട് എന്നെ കേൾക്കുന്നതോട് പറയാം, നീ ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവം നിനക്ക് നന്മ തരും. പാസ്റ്റർമാരെ ഒന്നും ഭയപ്പെടണ്ട.
അവരെ ബഹുമാനിച്ചാണ്. ഭാര്യയെ ഭയപ്പെടണ്ട. സ്തോത്രം. ബലഹീനമാക്കണം, ബഹുമാനപ്പെടുത്താൻ മതി. ഭർത്താവിനെ ഉദ്ദേശിക്കുന്നതിനുള്ള ഭയം വേണ്ട. മക്കളെയും ഭയപ്പെടേണ്ട. മാതാപിതാക്കളെയും പേടി, അങ്ങനെയുള്ള ഭയമല്ല. ഏതാ ഭീകര ഭയമല്ല. അവരെയൊക്കെ ബഹുമാനിക്കണം. പക്ഷെ ഭയപ്പെടേണ്ടത് ദൈവത്തെ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന മനുഷ്യരാണ്. ദൈവത്തെ നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നീ അറിയാത്ത നന്മയുടെ വഴി ദൈവം നിനക്ക് കൊടുക്കും. എവിടുന്ന എങ്ങനെ എപ്പോഴാ ആരാണെന്ന് നമുക്കറിയത്തില്ല. അവിടുന്ന് നിനക്ക് നന്മയുടെ വഴി തുറക്കും. നാം ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കർത്താവ് നമ്മുടെ ദൈവം നമുക്ക് നന്മ തരുന്ന ദൈവമാണ്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. അതിനുള്ള പ്രമാണമാ നീ ദൈവത്തെ ഭയപ്പെടണം. ഈ ദൈവത്തെ ഭയപ്പെടുവാൻ ഇങ്ങനെ പേടിച്ചിരിക്കുന്നതല്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും പറയരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യത്തിലും ഇടപെടരുത്. സ്തോത്രം. ഇത് കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത 5 മിനിറ്റ് കെട്ടി അങ്ങനെ സിനിമ കാണും. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായില്ല. 2 മിനിറ്റ് കിട്ടി അങ്ങനെ അവരുടെ കുറ്റം പാടില്ല. അത് ദൈവത്തിന് ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ പോയിട്ട് പുള്ളിക്ക് പോകുമ്പോൾ ഇഷ്ടമാണ് ആശ്രയം. 2 മിനിറ്റ് കിട്ടി അവിടെ ദോഷമല്ലേ ഫോണെടുത്ത്. മരുമകളുടെ കുറ്റം അമ്മായിയമ്മ, അമ്മായിയമ്മയുടെ കുറ്റം പറ. നിങ്ങളെന്നെ മിണ്ടാത്ത നീ ഫോണെടുത്ത് നിന്റെ അമ്മായിയമ്മയുടെ കാര്യം ആരോടൊക്കെയാ പറയണേ? നിങ്ങൾ പറയുന്നില്ലെന്ന് പറയുന്നുണ്ടെ പറഞ്ഞു തരാം. 2-1 പറഞ്ഞു വേണം പകലത്തെ യോഗം നടത്താൻ. നിങ്ങൾ ഇന്നത്തെ ഇപ്പം യോഗം നിർത്തുന്നില്ല. മിക്കവാറും 3 മണി വരെ പോകും. നീ മരുമകളുടെ കുറ്റം ആരോടൊക്കെയാ ഫോണെടുത്ത് പറയണേ? ദൈവത്തിന് ഇഷ്ടമാണ്. നീ ഭാര്യയുടെ കുറ്റം ആരോടൊക്കെ പറയുന്നു? ദൈവത്തിന് ഇഷ്ടമാണ്. ഭർത്താവിന്റെ കുറ്റം നീ ആരോടൊക്കെ പറയുന്നു? ദൈവത്തിന് ഇഷ്ടമാണ്. ഇതെല്ലാം കാട്ടുകൂട്ടിയ നീ ഇവിടെ കൈയടിക്ക് 6 അവർക്ക് ശരി പറയുന്നു. ഈ ഒരു കലാപുറ്റോ സ്ഥാപിച്ചിരിക്കുകയാണോ? ചങ്കടച്ച് പോയതാണോ? നിങ്ങളെല്ലാം കൂടി ഒപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ഡൗട്ട് അടിക്കും. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിന്നാൽ എനിക്ക് സംശയം വരും. നീ 3 വിശ്വാസികളെ കുറ്റം ഫോൺ എടുത്ത് പറയാനേ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ദൈവത്തിന് ഇത് മാത്രമേ ഇഷ്ടമുള്ള രീതിയിലാണ്. അവിടുത്തെ ഇഷ്ടം ചെയ്യണം. ബാക്കി നാളെ ആള് വരുമെന്ന് എനിക്കും തോന്നുന്നില്ല. വരുന്നത് വരട്ടെ. അല്ലെ പിന്നെ ഒന്നുമില്ല. ഇല്ല അതെടുക്കുമ്പോ അതിനകത്ത് 5-6 പേര് കാണുമല്ലോ. അവർക്ക് ഇത് ദൈവത്തിന്റെ പിരിവിനെ നടക്കണം. നിന്റെ നാവിനെ നിയന്ത്രിക്കണം. നിന്റെ സ്വഭാവത്തെ ക്രമീകരിക്കണം. നിന്റെ ജീവിതകാര്യങ്ങൾക്ക് മാറ്റം. പ്രാർത്ഥിച്ചു പോകാനും കാര്യം നടക്കുക. വെള്ളം കഞ്ഞി കുടിക്കാതെ ആദ്യ കാര്യം എന്തിന് അങ്ങനത്തെ ഒരു കാര്യമില്ല. ഉച്ചയ്ക്ക് വയറും ചോറ് കഴിച്ചോണം. നീ സ്വഭാവത്തിന് മാറ്റം വരുത്താതെ കഞ്ഞി വെള്ളം കുടിക്കാതെ വരുന്ന നിനക്ക് പിന്നെ ക്ഷാമമെന്ന് തീർന്നു. ആയുസിന് രക്ഷപ്പെടുകയല്ല. ജീവിതത്തിന് ക്രമീകരണം വരുത്തി കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാതെ കഞ്ഞിവെള്ളം കുടിക്കാതിരുന്നാൽ ദൈവം അടിക്കും. നിന്നെ അടിക്കുക മാത്രമല്ല ആയുസ് രക്ഷപ്പെടുകയല്ല. സ്തോത്രം.